വേനൽ അവധിക്ക് ശേഷം യുഎയിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവാസികൾ. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ടിക്കറ്റ് നിരക്കും കുത്തനെ ഉയരുന്ന വാർത്തയാണല്ലോ നമുക്ക് നൽകാനുള്ളത്. പല റൂട്ടുകളിൽ നിന്നും യുഎയിലേക്ക് ഓഗസ്റ്റ് അവസാനത്തോടെ ടിക്കറ്റ് നിരക്കിൽ 100%-ലധികം വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ ആദ്യം ഷെയർ ചെയ്യാനുള്ള വാർത്ത. ഓഗസ്റ്റ് 2ാം ആഴ്ചയും അവസാന ആഴ്ചയും തമ്മിൽ തന്നെ ഏകദേശം യുഎയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ 100%-ലധികം വർധനവാണിപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചില റൂട്ടുകളിൽ ടിക്കറ്റ് നിരക്ക് ഇരട്ടിയിലധികം ആകുമ്പോൾ ചില റൂട്ടുകളിൽ അത്രയും വർധനയൊന്നും ഉണ്ടായിട്ടില്ല. ബാംഗ്ലൂർ ദുബായ് റൂട്ടിലാണ് ഏറ്റവും അധികം വർധന ഉണ്ടായിട്ടുള്ളത്. ഓഗസ്റ്റ് 13-ന് 828 ദിർഹം ആയിരുന്നു ഇൻഡിഗോയുടെ ഡയറക്റ്റ് ടിക്കറ്റ് നിരക്കെങ്കിൽ അത് ഓഗസ്റ്റ് 30 ആകുമ്പോഴേക്കും 1694 ദിർഹമായിട്ട് ഉയർന്നിട്ടുണ്ട്. 100%-ലധികം വർധനവാണ് ഈ റൂട്ടിൽ വന്നിട്ടുള്ളത്. സമാനമായിട്ടുള്ള വർധനവ് കൊച്ചി ദുബായ് റൂട്ടിലും പ്രകടമാണ്. ഓഗസ്റ്റ് 13-ന് 1424 ദിർഹമായിരുന്നു ടിക്കറ്റ് നിരക്കെങ്കിൽ ഓഗസ്റ്റ് 30-ന് 2943 ആയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള മറ്റ് വിമാന ടിക്കറ്റ് നിരക്കുകളും 1098 ദിർഹത്തിൽ നിന്ന് 1887 ദിർഹത്തോളം ഉയർന്നിട്ടുണ്ട്. ഇനി നമ്മൾ കോഴിക്കോട്ട് നിന്നുള്ള ടിക്കറ്റ് നിരക്ക് നോക്കുമ്പോൾ 2ാം ആഴ്ചയിലെ 1174 ദിർഹത്തിൽ നിന്ന് ഓഗസ്റ്റ് അവസാനം ആകുമ്പോഴേക്കും 1956 ദിർഹമായിട്ട് വന്നിട്ടുണ്ട്. 2022 ദിർഹം വരെയൊക്കെ ആയിട്ട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദ് ദുബായ് നിരക്ക് 857 ദിർഹത്തിൽ നിന്ന് 1321 ദിർഹമായും മുംബൈ ദുബായ് നിരക്ക് 780 ദിർഹമായിരുന്നു, അതിൽ നിന്ന് 1095 ദിർഹമായിട്ടൊക്കെ ഉയർന്നിട്ടുണ്ട്. ഇനി ഡൽഹിയിൽ നിന്നുള്ള നിരക്ക് നോക്കുമ്പോൾ 877 ആയിരുന്നു, അത് 1167 ദിർഹമായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ ചില നഗരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഈ ബെയ്റൂട്ടിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ ഉയർന്നപ്പോൾ ഈ പാകിസ്ഥാനിൽ കറാച്ചി, ലാഹോർ, പിന്നെ ന്യൂയോർക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള ടിക്കറ്റ് നിരക്കുകൾ മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ടിക്കറ്റ് നിരക്കിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും ദക്ഷിണേന്ത്യൻ റൂട്ടുകൾക്ക് വലിയ ഡിമാൻഡ് തന്നെയാണ്. കൊച്ചി, കോഴിക്കോട്, മംഗലാപുരം, ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. സീറ്റുകൾ വളരെ പെട്ടെന്ന് ബുക്കായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുടുംബങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് കുറച്ച് നേരത്തെ തന്നെ മടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നതിനാലാണ് ഡിമാൻഡ് വളരെ കൂടുതലാണ്. അപ്പോൾ ടിക്കറ്റ് നിരക്കുകൾ ഈ ഒരു സമയത്ത് ഉയർന്ന് തന്നെ നിൽക്കും. സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും ടിക്കറ്റ് നിരക്കുകളിൽ ഒരു ആശ്വാസം വരും എന്നാണ് ട്രാവൽ ഏജൻസ് പറയുന്നത്. അതിപ്പോൾ എല്ലാ വർഷവും നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രവാസികൾ നേരിടുന്ന ഒരു വലിയ ബുദ്ധിമുട്ട്. ദുബായിലെ നിവാസികൾക്ക് ആശ്വാസമാകുന്ന ഒരു റോഡ് വികസന പദ്ധതിയെക്കുറിച്ച് പറയാം. ദുബായിലെ ഗതാഗത കുരുക്കിന് വലിയ ആശ്വാസമേകി ഈ ലത്തീഫ ബിൻ ഹംദാൻ സ്ട്രീറ്റിലെ അവിടെ റോഡ് വികസന പദ്ധതി പൂർത്തിയായിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് പദ്ധതി പൂർത്തിയായ വിവരം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ റോഡ് വികസനത്തോടെ മേഖലയിലെ വാഹന ഗതാഗത ശേഷി ഇപ്പോൾ മണിക്കൂറിൽ 16,000 വാഹനങ്ങളായി ഉയർന്നു എന്നുള്ളതാണ്. അപ്പോൾ യാത്രാ സമയത്തിൽ വലിയ കുറവുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അൽഖൂസ് വ്യാവസായിക മേഖല, അൽബർഷ തുടങ്ങി പ്രധാന ഭാഗങ്ങളിലേക്കുള്ള യാത്ര ഇനി കൂടുതൽ സുഗമമാകും എന്നാണ് പറയുന്നത്. ദുബായിലെ പ്രധാന പാതകളിലെ ഗതാഗതം കൂടുതൽ എളുപ്പമാക്കുന്നതിനുള്ള RTA മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഈ നവീകരണവും പൂർത്തിയാക്കിയിരിക്കുന്നത്.